ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ജീവന് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയിൽ പോലീസ് സംരക്ഷണം തേടിയാണ് ഹർജി. കെ സജീഷ് വിവരങ്ങളുമായി. സജീഷ്, നേരത്തെ ഭീഷണികൾ അത്ര ഗൗരവത്തിൽ എടുത്തിരുന്നില്ല കുഞ്ഞികൃഷ്ണൻ, പക്ഷേ ഇപ്പോൾ കോടതിയിൽ ജീവന സംരക്ഷണം തേടി പോകാനുള്ള കാരണം എന്താണ്? പുതിയ ഭീഷണികൾ വല്ലതും ഉയർന്നിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സംരക്ഷണം തേടി, പോലീസ് സംരക്ഷണം തേടിയാണ് വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജീവന് സംരക്ഷണം വേണമെന്നുള്ള ഹർജിയുമായി ഹൈക്കോടതിയിൽ കുഞ്ഞികൃഷ്ണൻ നീങ്ങുമ്പോൾ വിശദാംശങ്ങളുമായി സജീഷ് ഉണ്ട്. സജീഷ്, ഇപ്പോൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയാണ് കുഞ്ഞികൃഷ്ണൻ. നേരത്തെ കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു, പടക്കം പൊട്ടിച്ചുള്ള പ്രതിഷേധങ്ങൾ. കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച ആളുടെ വാഹനം കത്തിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് നേർക്കും ആശങ്കപ്പെടുന്ന ഭീഷണി ഉണ്ടായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് അറിയാനാകുന്നത്? തീർച്ചയായിട്ടും വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ വളരെ നിർണായകമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ CPM നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു വി കുഞ്ഞികൃഷ്ണൻ. അതിന് പിന്നാലെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലേക്ക് വലിയ തോതിലുള്ള പ്രകടനങ്ങൾ CPMന്റെ ഭാഗത്തുണ്ടാകുന്നു. പ്രാദേശിക നേതാക്കളടക്കം വന്ന് വലിയ തോതിൽ പ്രകടനം നടത്തുകയും പടക്കം പൊട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം പങ്കെടുത്ത ഒരു സ്വകാര്യ ചടങ്ങിന് മുന്നിലേക്കും ഈ രീതിയിലൊരു പ്രകടനം നടന്നിരുന്നു. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ എതിർകക്ഷികളാക്കിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ കലക്ടർ, ഒപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി ഉണ്ട്, സ്ഥലത്തെ പോലീസ് ഓഫീസറുണ്ട്, ഒപ്പം തന്നെ T മധുസൂദൻ MLA ഉൾപ്പെടെയുള്ള ആളുകളെ എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഇതിൽ ഹൈക്കോടതിയുടെ തീരുമാനം എന്താണ് എന്ന്, ഈ ഹർജിയിൽ തുടർ നടപടി എന്താണെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഏതായാലും വളരെ നിർണായകമായ ഒരു നീക്കം കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുണ്ടായിരിക്കുകയാണ്. തനിക്ക് CPM പ്രവർത്തകരിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഒരു നീക്കമാണ് കുഞ്ഞികൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഹർജിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്, അദ്ദേഹം തുറന്നു പറച്ചിൽ നടത്തിയ ശേഷം വലിയ തോതിലുള്ള സൈബർ ആക്രമണം അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ ഉണ്ടായിരുന്നു. CPM അണികളുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ സൈബർ ആക്രമണം നേരിട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വീടിന് നേരെ വലിയ തോതിൽ അസഭ്യ മുദ്രാവാക്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ അക്രമോത്സുകമായ മുദ്രാവാക്യങ്ങളുമായിട്ട് പ്രകടനം നടത്തിയിരുന്നു. ഒപ്പം അദ്ദേഹം ഒരു സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം പങ്കെടുക്കുകയും ആ സ്വകാര്യ ചടങ്ങിന് മുന്നിലേക്ക് കൂടി ഇത്തരത്തിൽ പ്രകടനവും പ്രതിഷേധവും ഉണ്ടാവുകയും ചെയ്തു. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നേരത്തെ നമുക്കറിയാം, പ്രതിപക്ഷം അടക്കം ഒരു CPMനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. TP ചന്ദ്രശേഖരൻ എങ്ങനെ വധിക്കപ്പെട്ടു എന്ന്. TP ചന്ദ്രശേഖരൻ CPMനെതിരെ ആരോപണം ഉന്നയിക്കുകയും പിന്നാലെ അതിക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്തു. അതേ സമാനമായ സാഹചര്യം വി കുഞ്ഞികൃഷ്ണന് നേരെയും ഉണ്ടാകും എന്നൊരു ആശങ്കയും ആരോപണവും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ വളരെ നിർണായകമായ ഒരു നീക്കം CPM നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം നിയമവഴി തേടിയിരിക്കുകയാണ്. തനിക്ക് സംരക്ഷണമുണ്ട്, തനിക്ക് നേരെ ആക്രമണം ഭയപ്പെടുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നാണ് കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുന്ന സാഹചര്യം എന്ത് എന്നുള്ളതും പ്രധാനമാണ്. സജീഷ്, ഇന്നിപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പുറത്തു വന്ന ദിവസമാണ്. ആ പുസ്തകത്തിൽ എത്രത്തോളം പണം പാർട്ടിക്ക് നഷ്ടമായി എന്നതിന്റെ കൃത്യമായ കണക്കുകളാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വിവരം കൂടി പുറത്തു വരുമ്പോൾ CPM കുറച്ചുകൂടി പ്രതിരോധത്തിലാകുന്നുണ്ട്. പരസ്യമായി ചിലരെങ്കിലും കുഞ്ഞികൃഷ്ണനെതിരെ ഭീഷണിപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ നടത്തുമ്പോൾ പാർട്ടി ഒരു വശത്ത് അനുനയത്തിന് ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. പ്രകോപിപ്പിക്കേണ്ടതില്ല കുഞ്ഞികൃഷ്ണനെ എന്ന ചില നേതാക്കൾ കുഞ്ഞികൃഷ്ണനെയും പിന്തുണയ്ക്കുന്നവരെയും പോയി കണ്ടതായുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് മധുസൂദനൻ തന്റേതായ ന്യായീകരണങ്ങളുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. പയ്യന്നൂർ പോലൊരു ഇടത്ത്, പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഇടത്ത് പാർട്ടി രണ്ടാകുന്നുണ്ട് ഈ വിഷയത്തിലടക്കം എന്നതിന്റെ സൂചനകളും വരുന്ന ഘട്ടത്തിലാണിപ്പോൾ ജീവന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഹർജിയിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. അദ്ദേഹം ജീവന് സംരക്ഷണം എന്ന് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടില്ല, പോലീസ് സംരക്ഷണം എന്ന് മാത്രം ആവശ്യപ്പെട്ട് മനസ്സിലാക്കാൻ സംരക്ഷണം വേണമെന്ന് അദ്ദേഹത്തിനുണ്ട്. ഇതിന് പിന്നിലുള്ളതാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം, കണ്ണൂർ പോലത്തെ CPMന്റെ ഉരുക്കുകോട്ടയായ ഒരു സ്ഥലത്ത് CPM നേതൃത്വത്തിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർത്തുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായും കായികമായും എതിർപ്പുകൾ നേരിടേണ്ടി വന്ന സാഹചര്യം മുൻപുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിരവധി ഉദാഹരണങ്ങൾ മുന്നിലുണ്ട് താനും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു ആരോപണം, അതായത് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ ആരോപണം ഉന്നയിക്കുന്നു, അതിന് മുന്നേ തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നാകെ
CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. അതെല്ലാം തന്നെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലെയും കണ്ണൂർ ജില്ലാ നേതൃത്വത്തിലെയും പ്രമുഖർക്കെതിരെ ആണെന്ന് താനും. അതുകൊണ്ട് തന്നെ അത്തരം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അതിശക്തമായ സൈബർ ആക്രമണം അദ്ദേഹത്തിന് പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ പുസ്തക പ്രകാശന ചടങ്ങിനാണ് സംരക്ഷണം ആവശ്യപ്പെട്ടത് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, ഇപ്പോൾ ജീവന ഭീഷണി, വീടിന് സംരക്ഷണം എന്നതല്ല, ഈ പരിപാടി പോലീസ് കാവലിൽ നടത്തേണ്ടി വരും എന്നതാണോ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്? സ്മൃതി, കുഞ്ഞികൃഷ്ണനുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. അല്പസമയം മുൻപ് കുഞ്ഞികൃഷ്ണനെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഈ ഒരു പരിപാടി നടത്തുന്നത് പയ്യന്നൂർ ടൗണിലാണ്. ഫെബ്രുവരി 4-നാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് പോലീസിന്റെ കയ്യിൽ നിന്ന് അനുമതി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിലെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. കാരണം ഈ ഒരു ആരോപണം ഉയർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ MLA ഓഫീസിലേക്ക് കോൺഗ്രസും BJPയും ഒക്കെ മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിന് നേരെ CPM അതിക്രമം ഉണ്ടാവുകയും പിന്നീട് അതൊരു സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ്, ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു പോലീസ് സംരക്ഷണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംരക്ഷണം വേണം എന്നുള്ള ആവശ്യവുമായി ഹൈക്കോടതിയിൽ പോയത് എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ നമുക്ക് നൽകുന്ന മറുപടി. അതായത് വീടിന് സംരക്ഷണം വേണ്ട, മറിച്ച് ഈ പരിപാടിക്ക് ഫെബ്രുവരി 4-ന് പയ്യന്നൂരിലെ ഗാന്ധി പാർക്കിൽ നടക്കുന്ന പരിപാടിക്ക് ഒരു സംരക്ഷണം വേണം എന്നതാണ് താൻ ആവശ്യപ്പെട്ടത് എന്നും കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ നമ്മളുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ഒരു തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ഒരു തീരുമാനം വരികയും അതിനുശേഷം ജില്ലാ കമ്മിറ്റി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുള്ള തീരുമാനം അംഗീകരിക്കുകയും ചെയ്ത് തൊട്ടടുത്ത നിമിഷമാണ് വലിയൊരു പ്രതിഷേധം കുഞ്ഞികൃഷ്ണന്റെ വീട്ടിലേക്കുണ്ടായത്. വെള്ളൂരിലുള്ള അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലേക്ക് CPM പ്രവർത്തകർ പ്രതിഷേധമായി എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം തന്നെ വീടിന് മുന്നിൽ വെച്ച് പടക്കം പൊട്ടിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. പിന്നാലെ ഇതിന് നേതൃത്വം നൽകിയത് പരോളിൽ പുറത്തിറങ്ങിയ VK നിഷാദാണ് എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ കുഞ്ഞികൃഷ്ണനോട് ചോദിച്ചിരുന്നു ഏതെങ്കിലും രീതിയിലുള്ള ഭയമുണ്ടോ എന്ന കാര്യം. പക്ഷേ അശേഷം ഭയമില്ല എന്നുള്ള മറുപടിയാണ് കുഞ്ഞികൃഷ്ണൻ നമുക്ക് നൽകിയത്. പക്ഷേ നിലവിൽ ഇപ്പോൾ അദ്ദേഹം ഭയക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ ഒരു പരിപാടി അത് ആളുകളെയൊക്കെ വിളിച്ചു ചേർത്ത് ജോസഫ് സി മാത്യു ആണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി, അതായത് ഈ പ്രമുഖരെയൊക്കെ വിളിച്ചു ചേർത്ത് ആളുകളെയൊക്കെ കൂട്ടിച്ചേർത്ത് നടത്തുന്ന ഒരു പരിപാടി, അതിലേക്ക് ഒരു പക്ഷേ ഈ രീതിയിലുള്ള ഏതെങ്കിലും പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ നമുക്ക് നൽകുന്ന മറുപടി. അങ്ങനെയാണ് ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി വീണ്ടും ഫ്ലക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വെള്ളൂർ ലോക്കലിലെ കിഴക്കുംപാട് ഫ്ലക്സുകൾ ഉയർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് കൂടുതൽ പേർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുകയല്ല അഭിജിത്ത്. അപ്പോൾ എല്ലാ തരത്തിലും CPM-ന് അതൊരു ക്ഷീണമാകുന്നു. വി കുഞ്ഞികൃഷ്ണന്റെ നിലപാടും പുറത്തു തന്ന വിവരങ്ങളും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, ഒരു ന്യൂനപക്ഷത്തിന്റെ ഇടയിലെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം വി കുഞ്ഞികൃഷ്ണൻ തെറ്റ് ചൂണ്ടിക്കാട്ടിയതാണ്. അങ്ങനെ തെറ്റ് ചൂണ്ടിക്കാട്ടിയ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളൊരു വികാരം കുഞ്ഞികൃഷ്ണന് അനുകൂലമായി പാർട്ടിക്കകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം എന്ന നിലയിലാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് സ്മൃതി. കാരണം ഇന്നലെ തന്നെ കൂർക്കര ബ്രാഞ്ചിൽ 12 പേർ ഈ ബ്രാഞ്ച് യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം ഈ ബ്രാഞ്ച് പൂർത്തിയാകാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നു. അതിനിടയിൽ ഇന്നിപ്പോൾ വീണ്ടും ഈ കുഞ്ഞികൃഷ്ണന്റെ വീടിന് സമീപത്ത്, അതായത് വെള്ളൂരിൽ ഒരു ഫ്ലക്സ് ബോർഡ് ഉയർന്നിരിക്കുകയാണ്. ആ ഫ്ലക്സിൽ എഴുതിയ വാചകങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സ്മൃതി. അതായത് നിങ്ങൾ കാട്ടിയ പാതയിലൂടെ ഇനിയും മുന്നോട്ട് എന്നുള്ളതാണ് ഈ ഫ്ലക്സ് ബോർഡിലെ വാചകങ്ങൾ. അപ്പോൾ ആ രീതിയിൽ കുറച്ചുപേരെങ്കിലും വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി അവിടെ പ്രത്യക്ഷത്തിൽ വന്നില്ല എങ്കിൽ കൂടി കുഞ്ഞികൃഷ്ണന് അനുകൂലമായുള്ള വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് CPM-നെ സംബന്ധിച്ച് അല്പം ആശങ്കയുണ്ടാക്കുന്നതുമാണ്. കാരണം പയ്യന്നൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ഫ്ലക്സ് ബോർഡുകളൊക്കെ ഉയരണമെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നേരിടുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നിലനിൽക്കുന്നു. ഒരുപക്ഷെ കൂടുതൽ പേർ പ്രത്യക്ഷത്തിലേക്ക് വരാതെ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് അവിടെ നിൽക്കുന്നുണ്ടോ എന്നതൊക്കെയുള്ള സംശയങ്ങൾ പാർട്ടിക്കകത്തുണ്ട്. അത് ഈ വരാനിരിക്കുന്ന ബ്രാഞ്ച് യോഗങ്ങൾ, ഈ പാർട്ടി നടപടി വിശദീകരിക്കാൻ ഇനി വരും ദിവസങ്ങളിൽ ബ്രാഞ്ച് യോഗങ്ങൾ ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ വെള്ളൂരിലെ ഉൾപ്പെടെ ബ്രാഞ്ച് യോഗങ്ങൾ ചേരാനുമുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ, അതൊരു പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായും
CPM-നകത്തുണ്ട്. അത് ഏതായാലും എങ്ങനെ അതിനെ CPM കൈകാര്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പുസ്തക പ്രകാശനത്തിൽ പോലീസ് സംരക്ഷണം തേടിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ വി കുഞ്ഞികൃഷ്ണൻ സമീപിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ്. അഭിജിത്ത് മുഴക്കുന്നും കെ സജീഷുമാണ് വിവരങ്ങൾ നൽകിയത്.